സാമൂഹ്യ സേവനത്തിന്റെ 11 വർഷങ്ങൾ എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി പരിവർത്തനാത്മക മാറ്റത്തിനാണ് കഴിഞ്ഞ 11 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ശുദ്ധജലം, പാർപ്പിടം, വൈദ്യുതി, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷ തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ ഇക്കാലയളവിൽ പ്രധാന പരിഗണനാ വിഷയമായി. ഇത് രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി. ജൽജീവൻ മിഷൻ 15.59 കോടിയിലധികം ഗ്രാമീണ കുടുംബങ്ങളിലേക്ക് പൈപ്പ് വെള്ളം എത്തിച്ചു. 8 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഏകദേശം 4 കോടി വീടുകൾ പൂർത്തിയായി. ഗ്രാമീണ വൈദ്യുതീകരണത്തിനും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. സൌഭാഗ്യ പദ്ധതി പ്രകാരം 2.86 കോടി വീടുകൾ വൈദ്യുതീകരിച്ചു. ഗ്രാമങ്ങളിലെ വൈദ്യുതി വിതരണം 2014-ൽ 12.5 മണിക്കൂറിൽ നിന്ന് 22.6 മണിക്കൂറായി ഉയർന്നു. സ്വച്ഛ് ഭാരത് മിഷനിലൂടെ 12 കോടി ഗാർഹിക ശൌചാലയങ്ങൾ നിർമ്മിച്ചു. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ആയുഷ്മാൻ ഭാരത് 55 കോടിയോളം വ്യക്തികൾക്ക് പരിരക്ഷ നൽകി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം സൌജന്യ റേഷൻ വിതരണം 81 കോടി പൌരന്മാർക്ക് പ്രയോജനപ്പെട്ടു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം 10.33 കോടി പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതി 76.28 ലക്ഷം കച്ചവടക്കാരെ മുഖ്യധാരയിലേക്ക് എത്തിച്ചു. പ്രധാനമന്ത്രി ശ്രംയോഗി മൻധൻ പദ്ധതിയിലൂടെ 51.35 ലക്ഷം അസംഘടിത തൊഴിലാളികൾക്ക് പ്രതിമാസ പെൻഷൻ വാഗ്ദാനം ചെയ്തു. ക്ഷേമ പദ്ധതികളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാജ്യത്തുടനീളമുള്ള 2.6 ലക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും 4000-ലധികം നഗരങ്ങളിലും പര്യടനം നടത്തി. സാമൂഹ്യക്ഷേമ പദ്ധതികൾ നിർധനരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.